ഞാൻ ഇതൊക്കെ കെട്ടും വട്ടിയൊക്കെ എടുത്തിട്ട് വിസ്മയിൽ വരെ പോവാണ് കേട്ടോ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ കെട്ടും വട്ടിയൊക്കെ എടുത്തിട്ട് വിസ്മയിൽ വരെ പോവാണ് കേട്ടോ. അമ്പാടിയുടെ ടൂറാണിന്ന് അങ്കനവാടിയിൽ. അപ്പോൾ അവനിത് റെഡിയായി നിന്നിട്ടുണ്ട്. ഞാനിതാ ബാഗൊക്കെ എടുത്ത് സെറ്റാണ്. അജയേട്ടൻ ഇതാ എന്നെ കൊണ്ടാക്കി തരാൻ നിൽക്കുകയാണ് കേട്ടോ. അമ്പാടി സ്കൂട്ടിയിലുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്കാണ്. പോവാമത്തെ റെഡിയാ? ഇനി 8:05 ഇവിടെ എല്ലാവരും എത്തുമെന്ന് പറഞ്ഞാണ് കേട്ടോ. ഒരാളെയും കാണുന്നില്ല. ഞങ്ങളിതവിടെ മയിലിനെ നോക്കി നിൽക്കുകയാണ്. പോയാ ഹായ് ഇറങ്ങി. ഇവിടെ ആ ബസ്സിൻ്റെ മേലെ മയിലുണ്ടായിരുന്നു കേട്ടോ. അത് പോയോ? കാണുന്നില്ലല്ലോ കേട്ടോ. മയിൽ തിരിച്ചു വന്നു. ഇതാ ബസ്സിൻ്റെ മുകളിൽ ഇതാ. ഇത് പീലി വിടർത്താത്തെന്താ? പീലി വിടർത്തൂല. അതാ രണ്ട് 3 മയില് അവിടെ നോക്കട്ടെ. അത് 3 മയില്. ആഹാ, അമ്പാടി 3 മയില് ഗായ്സ്. ഇത് പെണ്ണാട്ടാ. മയിലുകൾ ഓടുന്നു. എല്ലാ പടകളും വരുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നിപ്പോൾ ശിവരാത്രി ദിനമാണ് കേട്ടോ. മുട്ടുങ്ങൽ സൗത്ത് UP സ്കൂളിൻ്റെ ഫ്രണ്ടിലോട്ട് ഒരു 8 മണിക്ക് എല്ലാവരുടെ അടുത്തും എത്താൻ പറഞ്ഞതാണ്. ഷാർപ്പ് 8 മണിക്ക് ഞങ്ങൾ എത്തിയെങ്കിലും ഒരു മനുഷ്യനെ അവിടെ കാണാനില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഡൗട്ട് എല്ലാവരും നേരത്തെ പോയോ എന്നുള്ളതായിരുന്നു. ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഒരു 8:10 ആയപ്പോഴാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മൾ മയിലിനെയൊക്കെ കണ്ട് ഇരിക്കുമ്പോഴത്തേക്കും ട്രാവലർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളിന്നിപ്പോൾ കണ്ണൂർ വിസ്മയിലേക്കാണ് പോകുന്നത്. അങ്കനവാടിയിൽ നിന്ന് ചെറിയൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ വണ്ടീൻ്റെ ബാക്കിൽ നമ്മളൊരു പോസ്റ്ററൊക്കെ ഫിക്സ് ചെയ്തു. അതിനുശേഷം എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മുടെ ട്രാവലറിലേക്ക് എല്ലാവരും കയറാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ വിസ്മയ വരെ എൻജോയ് ചെയ്താണ് പോയത്. അത്രയും ഡാൻസും പാട്ടും കളികളും ഒക്കെ ആയിരുന്നു കേട്ടോ.
ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ചെയ്ത നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ശിവരാത്രി ദിവസത്തിൽ നമ്മൾ ടൂറിന് പോയത്. ശരിക്കും പറഞ്ഞാൽ അമ്മമാരും നമ്മുടെ ടീച്ചർമാരും ഒക്കെ മുൻകൈ എടുത്തിട്ടാണ് ഈ ഒരു ടൂർ പ്ലാൻ ചെയ്തത്. അപ്പോൾ അമ്പാടിയും ഫ്രണ്ട്സും ഒക്കെ അവിടെ നിന്ന് കളിക്കുവാണെന്ന് കേട്ടോ. നമ്മൾ ബസ്സിൽ കയറിയത് മുതൽ അവിടെ എത്തുന്നവരെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടി വരെ എന്താ പറയുക താളം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്ര നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് പോകില്ല, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അടിച്ച് പൊളിക്കില്ലേ. നമ്മൾ കല്യാണം കഴിത് മക്കളൊപ്പമാണ് ഇപ്പോൾ പോകുന്നത് പോലും ഓർക്കുന്നില്ല. അത്ര ഫുൾ വൈബായിരുന്നു കേട്ടോ. എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ആസ്വദിച്ചായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് കേട്ടോ. ബസ്സിൽ കയറിയതിൽ ഞാൻ തുള്ളാൻ തുടങ്ങിയില്ല. ഞാൻ ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാനും അമ്പാടിയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്നെ വലിച്ചയച്ച് കൊണ്ടുപോയതാണ്. അവരൊക്കെ ആദ്യം മുതൽ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടിനെ ഇത് അവിടെ നിന്ന് വെള്ളം കുടിപ്പിക്കുകയോ അവനെ നോക്കുകയോ കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ ചേച്ചിമാരാണ് കേട്ടോ. അമ്പാടിയാണ് ഇതിൽ ഏറ്റവും കുഞ്ഞുവെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതാണ്ട് ഒരു 10:30 ആകുന്നപ്പോഴത്തേക്കും നമ്മൾ വിസ്മയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം ശിവരാത്രി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, സ്കൂൾ കുട്ടികളും എന്താ പറയുക പാരൻസും അല്ലാണ്ട് സെപ്പറേറ്റ് വന്നവൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കരുതിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. എന്നാലും എക്സ്ട്രാ എന്തെങ്കിലും കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തി വണ്ടിയൊക്കെ സൈഡാക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നല്ല ഒരു സ്പേസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു മക്കൾക്ക്. അമ്പാടി ചെറുതായിട്ട് പുട്ടൊക്കെ കഴിച്ചുള്ളൂ കേട്ടോ. അവൻ കളിപ്പിക്കുമായിരുന്നു, അവിടെ നിന്ന് കളിക്കുമായിരുന്നു മക്കളൊപ്പം, ഓടിപ്പാഞ്ഞ് കളിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പുട്ടും ചിക്കൻ കറിയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ കുറച്ച് കഴിച്ചു കേട്ടോ. ബാക്കി കുറച്ച് എന്താ പറയുക അവനെ എന്നെ കളിപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളിതൊരു ഏതാണ്ട് ഒരു 11 മണിക്കായിരുന്നു എൻട്രൻസ് കേട്ടോ വിസ്മേൻ്റെ അകത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടി ടിക്കറ്റിനൊക്കെ വേണ്ടി കുറച്ച് സമയം അവിടെ നിന്നപ്പോഴത്തേക്കും മക്കളൊപ്പം ഭയങ്കര കളിയായിരുന്നു. അമ്പാടി അങ്ങനെ ഒരു 11:30 കഴിഞ്ഞ പിന്നെ നമ്മൾ വിസ്മയത്തെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മളിതാ റൈഡ്സൊക്കെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം മക്കളും അമ്മമാരും ടീച്ചർമാരും എല്ലാം എക്സൈറ്റഡ് ആണ്. പിന്നെ നട്ടുച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വലിയ വെയിൽ അറിയാത്തത് ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി. അങ്ങനെ നമ്മളിതാ കുട്ടികൾക്കും അമ്മമാർക്കൊക്കെ കയറാൻ പറ്റിയ ഒരു റൈഡ്സിലായിരുന്നു ആദ്യം തന്നെ നമ്മൾ കയറാൻ പോകുന്നത്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ക്യാപ്പൊക്കെ ധരിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം വെള്ളത്തിൽ നിന്ന് കളിക്കാൻ. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്.
അയാൻ കേൾക്കും നോക്ക്, അയാ നോക്ക്. പേടിയാ. അമ്പാടിക്കാണെങ്കിൽ ഓരോ റൈഡ്സ് കാണുമ്പോഴും ഇങ്ങനെ കയറാൻ തോന്നുമെങ്കിലും അവിടെ എത്തുമ്പോൾ പേടിയാണ് കേട്ടോ. അങ്ങനെ അവൻ എൻ്റെ കൈ പിടിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കയറുന്നതിൽ മാത്രമേ അവൻ കയറുന്നുള്ളൂ കേട്ടോ. അവനല്ലാണ്ട് കുഞ്ഞു കുട്ടികളൊപ്പം കയറാനൊക്കെ ഭയങ്കര പേടിയാണ്. ഒറ്റയ്ക്ക് കയറിപ്പോകാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 1:30 കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. പോയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. മെസ്സിൽ താഴെ മേലെ ഒത്ത ഫ്ലോറിലൊക്കെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ മേടിച്ചു. നമ്മുടെ പാക്കേജിൽ വരുന്നത് വെജ് ബിരിയാണി ആയിരുന്നു. അതും കഴിച്ചു. കുറച്ച് സമയം അവിടെ റിലാക്സ് ചെയ്തു. ഒരു 2:30 ആവുന്നപ്പോഴത്തേക്കും നമ്മളിതാ വെള്ളത്തിലോട്ട് പോകാൻ കേട്ടോ, അതിന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലഗേജൊക്കെ നമ്മൾ ലോക്കറിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ സേഫാക്കി വെച്ചതിന് ശേഷം അമ്പാടിയുടെ ചെരുപ്പൊക്കെ അയച്ച് ചാടുകയാണ് കേട്ടോ വെള്ളം കണ്ടേ പിന്നെ. പക്ഷേ വെള്ളം കണ്ട ആ ഒരു ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് നല്ല പേടിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡി ആയിട്ടോ. അമ്പാടി അമ്പാടി
അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ചു. അതിനുശേഷം മക്കളൊക്കെ സേഫാക്കി വെച്ചതിന് ശേഷം ഞാനും ബിൻസി ചേച്ചിയും ശ്യാമേച്ചിയും പിന്നെ അനഘയാന്ന് തോന്നുന്നു കേട്ടോ, ഞങ്ങൾ 4 പേരും കൂടെ ഈ ഒരു റൈഡിലേക്ക് കയറാൻ പോവാണ്. കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ഇതാ കുളിച്ചിട്ട് കയറി വരുന്നതൊക്കെ കാണാമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളിത് റൈഡ്സിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലൂടെയാണ് പാസ് ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തതിന് ശേഷം പിന്നെ എന്താ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഫോൺ ഇട്ട് വയ്ക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ നനഞ്ഞ് കുളിച്ച് വന്നതിന് ശേഷം, അതായത് ആ റൈഡ്സ് നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു ലുക്കാണ് കേട്ടോ ഇത്. വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണൊക്കെ നനയുന്നതുകൊണ്ട് ഞാൻ കവർ കൈ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പാടി ഇതാ സേഫായിട്ട് ഇവിടെ ഉണ്ട്. നമ്മളെ മക്കളൊക്കെ സേഫാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഞങ്ങളെ കയ്യിൽ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് അമ്മമാർ ബാക്കിയുള്ളവർ പോയിട്ടോ റൈഡ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും ഇവിടുന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് കളിക്കുകയാണ്. അമ്പാടിക്ക് ആദ്യം നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ പയ്യെ ഓക്കെ ആയി വരുന്നുണ്ടായിരുന്നു. അമ്പാടി അങ്ങനെ വെള്ളത്തിൽ നിന്ന് കളിക്കുകയാണ് കേട്ടോ സുധ ചേച്ചി, അതായത് അമ്പാടിൻ്റെ ടീച്ചറൊപ്പം അവിടെ നിന്നിട്ട്. പിന്നെ ഞാൻ മെല്ലെ പോയിട്ട് വേവ്സിൽ പോയി കളിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ മുട്ടി നിൽക്കുമായിരുന്നു വെള്ളത്തിൽ നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അവനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാൻ അധികം പേടിയായതുകൊണ്ട് ഞാൻ അവനെ സേഫാക്കി അവിടെ നിർത്തിയിട്ട് ഞാൻ കിട്ടിയ തക്കം നോക്കി ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ നിന്ന് പോയി കളിച്ചു കേട്ടോ. എനിക്ക് ആവേശമായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ് അവിടെ കിടന്നിട്ട് കേട്ടോ. അമ്പാടി ഇതാ കുറച്ച് വെള്ളത്തിൽ നിന്ന് അവിടെ നിന്ന് തെമ്പത്തോട്ട് നിന്നിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ മക്കൾക്കൊന്നും പേടിയൊന്നുമില്ല കേട്ടോ. ഭയങ്കര ആവേശത്തിലാണ് കളി. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാമായിരിക്കും. പിന്നെ മലന്ന് കിടന്നൊക്കെ നീന്തുന്നുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ. നല്ല രസമായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒരു മക്കൾക്ക് വെള്ളത്തിനോടുള്ള ആ ഒരു എന്താ പറയുക ആക്രാന്തയില്ലേ, അതവിടെ കാണാമായിരുന്നു കേട്ടോ. വെള്ളത്തിൽ നിന്ന് കളിക്കാനുള്ള കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു മറ്റൊരു സെക്ഷനിലൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ മ്യൂസിക്കൊക്കെ വെച്ച് തരും. നമുക്ക് ഇഷ്ടം പോലെ വെള്ളത്തിൽ നിന്ന് കുറേ സമയം ഡാൻസൊക്കെ കളിക്കാം കേട്ടോ. അത് പക്ഷേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ സ്ട്രിക്റ്റായിട്ട് എന്താ പറയുക ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഇവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പുറത്തൊന്നോട്ടും തീരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടി അവൻ്റെ ഫ്രണ്ടും കൂടെ, അംഗനവാടിയിലെ ഫ്രണ്ടും കൂടെ അവിടുന്ന് കളിയും ചിരിയും വെള്ളത്തിൽ നിന്ന് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അമ്പാടിനെയും കൂട്ടി ഞാൻ കുറച്ച് സമയം മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ ഒരു സിംഹത്തിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് കരുതിയിട്ട് അവനെ കാണിച്ചു കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് അവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. അതും ഇനി വീണോ എടുക്കുവോ? അമ്പാടിക്കാണെങ്കിൽ വാട്ടർ തീം പാർക്ക് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എല്ലാം ഇവിടെ ഇറങ്ങിയിട്ട് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, അത് എക്സ്പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവന് നല്ല പേടിയാണ് ഇറങ്ങുമ്പോഴത്തേക്കും കേട്ടോ. ഈ കാണുന്ന ആവേശം മാത്രമേ ഉള്ളൂ, വെള്ളത്തിലോട്ട് അധികം ഇറങ്ങുമ്പോഴത്തേക്കും അവന് പേടിയാണ്. പക്ഷെ ആ പേടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ.
അങ്ങനെ കുറച്ച് സമയം അതിലൂടെ ഇതിലൂടെ നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് കുറേ പേര് അങ്ങോട്ടേക്ക് ഓടുന്നുണ്ടോ, അവിടെയാണ് ശരിക്കും നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഡാൻസ് വിത്ത് മ്യൂസിക്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് നല്ല പോലെ ഡാൻസൊക്കെ കളിക്കാം, പാട്ടൊക്കെ നല്ല അടിപൊളി ഗുമ്മാങ്കുത്ത് പാട്ടൊക്കെ അവിടെ വെച്ചിട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ജസ്റ്റ് ഞാനിങ്ങനെ ദൂരത്തുനിന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. അവിടെ ഇങ്ങനെ എന്താ പറയുക വാട്ടർഫോൾ കാണുന്നില്ലേ, അവിടെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് ഫുള്ള് ഡാൻസ് ആയിരിക്കും. നല്ല അടിപൊളി വൈബിൽ നല്ല പാട്ടൊക്കെ വെച്ച് തന്നിട്ട് നമുക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാം. കുറേ സമയം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് കരുതിയിട്ടോ. കാരണം കുറേ പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാനും അമ്പാടിയും പിന്നെ വേറെ ആരൊക്കെയോ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 5:30 ആ സമയം കണ്ടായിട്ടുണ്ട് കേട്ടോ. 6 മണി വരെയേ ഉള്ളൂ നമുക്ക് ഇവിടെ ടൈം. അപ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങണം. അങ്ങനെ പിന്നെ അമ്പാടീൻ്റെ എന്താ പറയുക തലയൊക്കെ ഒന്ന് തോർത്തി കൊടുത്തു, അവന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അവനെന്തൊക്കെയോ സ്നാക്സ് എന്തൊക്കെയോ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു മറ്റുള്ളവരൊക്കെ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ മക്കളൊക്കെ വന്നു, അവരൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചു. പിന്നെ ഞങ്ങളും പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ മറ്റുള്ളവരൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓരോരുത്തരും പല ഭാഗത്തോട്ട് പോയിട്ടാണുള്ളത് കേട്ടോ കളിക്കാനൊക്കെ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്പാടി അവിടെ കുറച്ച് സമയം ഇരുന്നു, റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ മക്കളൊക്കെ വന്നു, എല്ലാവരും എത്തിയേ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഞങ്ങൾ സെറ്റായിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 7 മണി, കറക്റ്റ് 7 മണിയായി നമ്മൾ ഇവിടുന്ന് വിസ്മയ പാർക്കിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കേട്ടോ. കാരണം പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങാനും ചെറിയ മക്കളൊക്കെ എടുത്തിട്ട് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെ ഓൾറെഡി ബുക്കിംഗ്, അതായത് ഫുഡിനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ വിസ്മയിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പം പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മുകളിലേക്ക് പോയി എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. അമ്പടിയൊക്കെ കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ. കുറച്ച് കഴിച്ചാൽ പിന്നെ അവനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഓർമ്മകളിലോട്ട് പോവുകയാണ് കേട്ടോ. കാരണം മക്കളൊപ്പമൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വണ്ടി കയറി ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ശിവരാത്രി ആയതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു. നമ്മളെ നാട്ടിൽ ഉത്സവമൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് തിരിച്ച് ചോറാടേക്കും പോകാനായിട്ട്. അപ്പോൾ അജേട്ടൻ എന്താ പറയുക കുഞ്ഞിപ്പള്ളി എന്നെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഏട്ടൻ എന്നെ കൂട്ടി അവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയി. ശിവരാത്രീൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കുന്നുമക്കര തെളിയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സി യു, ലവ് യു ഓൾ.